പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഒരു പകുതി ബീറ്റ്റൂട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി 2 തക്കാളിയും കൂടെ അതുപോലെ കഴുകിയെടുത്തത് ആ കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയ അരപ്പും കൂടെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 സ്പൂണ് എടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളക്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നല്ല ജീരകം, ഇനി ഒരു 4 ചുമന്നുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 4 എടുത്ത്, എരിവില്ല കേട്ടോ, വലുതാണെങ്കിൽ 2 പച്ചമുളക് മതിയാവും, 2 വറ്റൽമുളക്, കുറച്ച് വെളുത്തുള്ളി മുകളിലത്തെ തൊലിയൊക്കെ മാറ്റി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരച്ച് പേസ്റ്റ് പോലെ അരയ്ക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കുക്കർ ഓണാക്കി തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ആ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. തക്കാളിയും ബീട്രൂട്ടും വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 3 ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 3 വറ്റൽമുളകും കുറച്ച് കറി ലീഫും കൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി മൂപ്പിച്ച ആ എണ്ണയിലേക്ക് താളിച്ച എണ്ണയിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ജീരകം എല്ലാം ചതച്ച് വെച്ച കൂട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് മൂപ്പിച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ടിൻ്റെയും തക്കാളിയുടെയും പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നല്ല കിടിലൻ ബീട്രൂട്ട് രസമാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. സൂപ്പറാട്ടോ. അപ്പോൾ ഒന്ന് നല്ലപോലെ അതിൻ്റെ മണം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ജാറ് കഴിയ വെള്ളം ഒഴിച്ച് ഇനി ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പുളി പിഴിഞ്ഞ വെള്ളവും ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം കായം മതിയാവും. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ഇടാം. അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. കാണാനും കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. മല്ലിയില വേണ്ടാന്നുള്ളവർക്ക് അത് മാറ്റാം. പക്ഷേ മല്ലിയില ഇട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കുക. ചുമ്മാ കുടിക്കാനും അടിപൊളിയാട്ടോ. ചുമ്മാ അതൊരു ഗ്ലാസ്സിലൊഴിച്ച് ചെറിയ ചൂടോടുകൂടി ഒന്ന് കുടിച്ച് നോക്കിയാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ തരിക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.